അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ അന്താരാഷ്ട്ര സമൂഹത്തെ ഞെട്ടിച്ചിരിക്കുന്നു. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം തനിക്ക് വേണമെന്നും അത് പിടിച്ചെടുക്കുന്നത് വെറുമൊരു പബ്ലിക് റിലേഷൻസ് തന്ത്രമാണെന്നും ട്രംപ് തുറന്നുപറയുമ്പോൾ തകരുന്നത് ഒരു പരമാധികാര രാഷ്ട്രത്തിന്റെ നിലനിൽപ്പാണ്. 2025 ജൂണിൽ ഇറാന്റെ 3 പ്രധാന ആണവകേന്ദ്രങ്ങളിൽ ബോംബാക്രമണം നടത്താൻ ഉത്തരവിട്ട ട്രംപ് ഇപ്പോൾ ആ രാജ്യത്തിന്റെ ആസ്തികൾ കൈക്കലാക്കാൻ നടത്തുന്ന നീക്കങ്ങൾ ആധുനിക കാലത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്വ അധിനിവേശമായി ചരിത്രം രേഖപ്പെടുത്തും. അമേരിക്കയുടെ വിദേശനയം എക്കാലത്തും സ്വയം പ്രഖ്യാപിത നീതിയുടെ പുറന്തോടിനുള്ളിലായിരുന്നു. എന്നാൽ ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് നടത്തിയ പരാമർശങ്ങൾ ആ മുഖംമൂടി അഴിച്ചുമാറ്റുന്നതാണ്. ഇറാന്റെ ആണവകേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടുവെന്ന് അവകാശപ്പെടുമ്പോഴും അവിടെയുള്ള യുറേനിയത്തിനായി അമേരിക്ക ദാഹിക്കുന്നതെന്തിനാണ്? ഇത് കേവലം സുരക്ഷാ പ്രശ്നമല്ല, മറിച്ച് ഒരു ജനതയെ മുട്ടുകുത്തിക്കാനുള്ള രാഷ്ട്രീയ വേട്ടയാടലാണ്. ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി ചേർന്ന് ട്രംപ് നടത്തുന്ന ഈ നീക്കങ്ങൾ അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ്. യുദ്ധം അവസാനിച്ചിട്ടില്ലെന്നും ഇറാന്റെ പക്കലുള്ള ആണവ വസ്തുക്കൾ പുറത്തെടുക്കണമെന്നും നെതന്യാഹു വാദിക്കുമ്പോൾ അത് മറ്റൊരു വലിയ യുദ്ധത്തിനുള്ള വിത്താണ് പാകുന്നത്. 2015 ബരാക് ഒബാമയുടെ നേതൃത്വത്തിൽ ഒപ്പിട്ട ആണവ കരാറിൽ നിന്ന് ഏകപക്ഷീയമായി പിന്മാറിയത് ട്രംപായിരുന്നു. സമാധാനപരമായ ആണവ ഗവേഷണങ്ങൾക്ക് അനുമതി നൽകിയിരുന്ന ആ കരാർ ലംഘിക്കപ്പെട്ടതോടെയാണ് ഇറാൻ തങ്ങളുടെ പ്രതിരോധം ശക്തമാക്കിയത്. അമേരിക്ക ഏർപ്പെടുത്തിയ ക്രൂരമായ ഉപരോധങ്ങളെ അതിജീവിച്ചാണ് ഇറാൻ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ മുന്നേറിയത്. ഇന്ന് അമേരിക്ക ഭയപ്പെടുന്നത് ഇറാന്റെ ആണവ ബോംബിനെയല്ല, മറിച്ച് ആ രാജ്യം നേടിയെടുത്ത സ്വയം പര്യാപ്തതയാണ്. തങ്ങളുടെ അധീനതയിലില്ലാത്ത ഒരു കരുത്തുറ്റ ശക്തി പശ്ചിമേഷ്യയിൽ വളരുന്നത് വാഷിംഗ്ടണിന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ടാണ് ഐക്യരാഷ്ട്രസഭയുടെ പരിശോധകർ പോലും സ്ഥിരീകരിക്കാത്ത ആരോപണങ്ങൾ ഉന്നയിച്ച് ഇറാനെ ആക്രമിക്കാൻ ട്രംപ് തുനിയുന്നത്. ഇറാന്റെ സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയാണെന്ന് ലോകത്തിനിപ്പോഴും അറിയില്ല. പർവ്വതങ്ങൾ തുരന്ന് നിർമ്മിച്ച അതിശക്തമായ ഭൂഗർഭ അറകളിൽ ഇറാൻ തങ്ങളുടെ ആണവരഹസ്യങ്ങൾ കാത്തുസൂക്ഷിക്കുന്നു. അമേരിക്കൻ ഇന്റലിജൻസിന് പോലും എത്തിപ്പിടിക്കാനാവാത്ത വിധം സുരക്ഷിതമാണത്. 2025 ബോംബാക്രമണത്തിൽ ആണവകേന്ദ്രങ്ങൾ നശിപ്പിക്കപ്പെട്ടുവെന്ന ട്രംപിന്റെ അവകാശപ്പെടൽ വെറും പൊള്ളയാണെന്ന് പ്രതിരോധ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. കൃത്യമായ വിവരങ്ങളില്ലാതെയും അന്താരാഷ്ട്ര നിയമങ്ങളെ കാറ്റിൽ പറത്തിയും നടത്തുന്ന ഇത്തരം പ്രസ്താവനകൾ ലോകത്തെ മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് തള്ളിവിടുമോ എന്ന ഭീതിയിലാണ് ജനം. ഈ സംഘർഷത്തിന്റെ പ്രത്യാഘാതം പശ്ചിമേഷ്യയിൽ മാത്രം ഒതുങ്ങുന്നില്ല. യുദ്ധഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആഗോള വിപണിയിൽ പെട്രോൾ ഡീസൽ വിലകൾ കുതിച്ചുയരുകയാണ്. ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളിൽ ഇന്ധനവിലയിലുണ്ടായ വർധനവ് സാധാരണക്കാരന്റെ നട്ടെല്ലൊടിക്കുന്നു. ഹോർമുസ് കടലിടുക്കിലൂടെയുള്ള എണ്ണക്കടത്തിനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇറാനെ സമ്മർദ്ദത്തിലാക്കാനാണ് അമേരിക്കയുടെ ശ്രമം. എന്നാൽ ഈ നീക്കം ലോക സമ്പദ്വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കുമെന്ന് ട്രംപ് ഭരണകൂടം തിരിച്ചറിയുന്നില്ല. ഒരു വശത്ത് ഇന്ധനവില വർദ്ധിപ്പിച്ച് ലാഭം കൊയ്യുന്ന കോർപ്പറേറ്റുകളും മറുവശത്ത് യുദ്ധം ചെയ്ത് അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്ന രാഷ്ട്രീയക്കാരും ചേർന്ന് ലോകത്തെ ഒരു വലിയ പ്രതിസന്ധിയിലേക്ക് നയിക്കുകയാണ്. ഇറാന്റെ പരമാധികാരത്തിനുമേലുള്ള ഈ കടന്നുകയറ്റം അവസാനിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടാനും അവരുടെ ശാസ്ത്രീയ പുരോഗതിയെ ബോംബിട്ട് തകർക്കാനും മറ്റൊരു രാജ്യത്തിന് അവകാശമില്ല. ട്രംപിന്റെ പബ്ലിക് റിലേഷൻസ് തന്ത്രങ്ങൾക്കായി ബലി കഴിക്കപ്പെടുന്നത് നിരപരാധികളായ മനുഷ്യരുടെ ജീവനും ഒരു രാജ്യത്തിന്റെ സമാധാനവുമാണ്. ലോകരാജ്യങ്ങൾ ഈ അനീതിക്കെതിരെ ഒന്നിക്കണം. ഇറാൻ ഉയർത്തുന്ന ചെറുത്തുനിൽപ്പ് കേവലം ഒരു രാജ്യത്തിന്റെ പോരാട്ടമല്ല, മറിച്ച് സാമ്രാജ്യത്വ ശക്തികൾക്കെതിരായുള്ള ലോകത്തിന്റെ തന്നെ ശബ്ദമാണ്.